മൈ വെന്യൂ. ആലിയ കട്ട് പാറ്റേൺ ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു ബ്ലാക്കിന്റെ ഒരു ജെറ്റ് ബ്ലാക്ക് പോലെ തന്നെ ജെറ്റ് ബ്ലൂ, ആ ബ്ലൂ കളറിലോട്ടാണ് ചെയ്തേക്കുന്നത്. അത് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ചില കളേഴ്സ് എല്ലാവർക്കും മാച്ച് ആവുമെന്ന് നമ്മൾ ചോദിക്കും. ചില എല്ലാവർക്കും മാച്ച് ആവില്ല, ചിലത് എല്ലാവർക്കും നല്ല ഫെയർ ആയിട്ട് തോന്നും. അപ്പൊ അതുപോലൊരു കളറാണ് ഈ ഒരു ബ്ലൂ കളർ. എല്ലാവർക്കും ഭയങ്കര ഫെയർ ആയിട്ട് തോന്നുന്നത് ആ കളറിന്റെ പ്രത്യേകതയായിരിക്കും. നല്ല അടിപൊളി കളറാണ്. ഡാർക്ക് ബ്ലൂ, ഒരു ബ്ലാക്ക് പോലെ തോന്നിക്കുകയും ചെയ്യും. ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലൂ എടുക്കാം കേട്ടോ, കാരണം അതേപോലെയാണ് തോന്നും. ബ്ലാക്ക് ആണോ എന്ന് തോന്നും. അപ്പൊ നിങ്ങൾ പലരും ചോദിക്കും ഇത് ബ്ലാക്ക് ആണോ എന്ന് ചോദിക്കും. അത്ര ഭംഗിയിൽ ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കണ എന്ത് ഭംഗിയാണെന്ന് വിട്ട് കഴിയുമ്പോൾ ആ ഫിറ്റിങ്ങും എനിക്കും എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. കാണിച്ചു തരാം. ബ്ലൂലോട്ട് ഇതേപോലെ കണ്ടോ, ആ സ്കാൽപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പ് വർക്ക് ചെയ്തിട്ട് ഫുള്ളി അതിനകത്തോട്ട് ചെറിയ റെഡ് കളർ ത്രെഡ് കൊണ്ട് സ്കാൽപ്പും അതേപോലെ തന്നെ കട്ട് ബീഡ്സും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു എന്താ പറയാ റെഡ് കളർ ത്രെഡ് ഓണുള്ള എംബ്രോയിഡറിയും ചെയ്ത് കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട്. ആലിയ കട്ട് ചേരില്ല എന്ന് എല്ലാവരും ചിലർ പറയും. ഇങ്ങനെ നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ പറയും, ഈ ആലിയ കട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ നോർമൽ ഒരു യോക്കിന്റെ ഒരു ഇതേ ഉള്ളൂ. ഫ്രണ്ടിലോട്ട് ഈ പ്ലീറ്റ്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒതുക്കം തോന്നും. നമുക്ക് ഒട്ടും വണ്ണം തോന്നില്ല, അത് കൺഫേം ആണ്. അതുപോലെ ഒതുങ്ങി തോന്നും, നല്ല സ്ലിം ആയിട്ട് തോന്നും. അത് ഈ ഒരു ഷേപ്പിന്റെ പ്രത്യേകത. നമ്മൾ ഈ കുറച്ച് ഷേപ്പ് ഇറക്കി ചെയ്യുമ്പം ഈ ഭാഗം കൊണ്ട് നമുക്ക് ഭയങ്കര ഒതുക്കം തോന്നും. അതാണ് അതിന്റെ പ്രത്യേകത. ആ സമയം ഈ ബസ് ലെവലിൽ ഇത് ഈ ആലിയക്കട്ട കട്ടിങ് കുറച്ചും കൂടി ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല, ഭയങ്കര തടി തോന്നും. ഇത് ഇങ്ങനെ കറക്റ്റ് ആ ഒരു മെഷർമെന്റിലേക്ക് ചെയ്തേക്കണോണ്ട് പക്ക ഫിറ്റിംഗ് അടിപൊളിയായിരിക്കും. എല്ലാവർക്കും സ്ലിം ആയിട്ട് തോന്നണം എന്നുള്ളവർക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ ലെങ്ത് 48 ആണ് വരുന്നത്. ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. എന്ന് വെച്ചാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പൊ നമ്മളിത് ഒരു 15 to 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് നമ്മൾ ഡെസ്പാച്ച് എടുത്ത് ചെയ്യുന്ന ഹാൻഡ് വർക്കാണ്. അത്രയും ഫിനിഷിങ്ങിലും അതിലേക്കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അത് ഫസ്റ്റ് ഈ ഒരു കളർ സെയിം ടോൺ തന്നെ ജോർജറ്റിന്റെ ദുപ്പട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് അതും സെറ്റ് ചെയ്ത് തരാം. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതേപോലെ പ്ലീറ്റ്സ്. ഇനി അടുത്ത പാറ്റേൺ അതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഈ കളർ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഡാർക്ക് പേർപ്പിൾ കളർ, റെയർ കളറാണ്, അടിപൊളി ഷെയ്ഡാണ്. ഇതിന്റെ വർക്ക് ഭയങ്കര ഡിഫറെന്റ്. ആലിയ കട്ട് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് നല്ല ഒതുക്കുന്നത്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ ഞാൻ വർക്ക് ക്ലോസ് ആയിട്ട് കാണിച്ചു. ഞാനിപ്പോ വേറെ ഇതേക്കുന്നത് കുറച്ച് തിക്നെസ് കുറച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. കുറച്ചും കൂടെ വീതിയിൽ ചെയ്തേക്കുന്ന വർക്കാണ് ഇത്. ആ വർക്ക് സെയിം തന്നെയാണ്. അപ്പൊ ഇത് കണ്ടോ, ചെറിയ ഇതുപോലെ 2 കളർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ആലിയ കട്ട് പാറ്റേണിലേക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ വേറെ ചെയ്യാത്തവർ വേറെ നോക്കുക, അത്ര ബ്യൂട്ടിഫുൾ ആട്ടോ. അപ്പം ഈ ഒരു പാറ്റേൺ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വീനൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ കട്ടിങ്. നമുക്ക് ഫ്രണ്ടിലൊക്കെ നല്ല ഒതുക്കം തോന്നും. ഇത് വണ്ണം തോന്നുന്ന ഒട്ടും ഡൗട്ട് വേണ്ട. ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ലെങ്ത് 48 വീതിയുള്ള കൂടുതലുള്ള വർക്കാണ്. ഇതും കൂടി ഞാൻ വേണമെങ്കിൽ വേറെ ഇത് കാണിച്ചു തരാം. ഇത് കുറച്ച് വീതി കുറച്ചൊരു വർക്ക്, ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. ഓക്കെ കേട്ടോ, ഇത് കുറച്ചും കൂടെ വീതി കൂട്ടിയ വർക്കാണ്. ഇതിന് കുറച്ച് റേറ്റ് ഡിഫറൻസ് വരും കേട്ടോ. ഇതുപോലെ കുറച്ചും കൂടെ വീതി കൂടിയ വർക്കും ഇത് കുറച്ച് വീതി കുറഞ്ഞ വർക്കും ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാനിപ്പം രണ്ടും ഭയങ്കര ഭംഗിയാട്ടോ. എന്ന് വെച്ചാൽ ഒരു ഡിഫറെന്റ് വർക്കാണ്. നമ്മൾ എപ്പോഴും കാണുന്ന യോക്കിൽ കുറെ ഹാൻഡ് വർക്കും അങ്ങനെയല്ല, കുറച്ച് ആ ഒരു വർക്ക് തന്നെ അത്ര ഭംഗിയാണ്. ഇതുപോലെയാണ് അതിന്റെ കളർ കണ്ടോ, ആ ഒരു 2 ഷേപ്പിലോട്ട് പേർപ്പിൾ കളറും ഗോൾഡൻ കളറും മിക്സ് ആയിട്ട് കൊടുത്തേക്കുന്ന വർക്കാണ്. അത് നിങ്ങൾക്ക് വീതി കുറച്ച് വേണമെങ്കിൽ, കുറച്ച് തിക്നെസ് കുറച്ചാണെങ്കിൽ ഇങ്ങനെ ഞാൻ വേറെ തേക്കുന്ന പോലെ കുറച്ചും കൂടെ അടിപൊളിയായിട്ടാണെങ്കിൽ ഇതുപോലെ. ഓക്കെ, അപ്പൊ ഇതാണ്